നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് പിടികൂടിയ പ്രതി വർക്കല ഐരൂർ സ്വദേശി ഹസൻകുട്ടി എന്ന കബീറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. മുൻപും സമാനമായ കേസുകളിൽ പ്രതി ഉൾപ്പെട്ടതായാണ് വിവരം. 11-കാരിയെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ ജാമ്യം കിട്ടി ജനുവരി 22-നാണ് ഈ പ്രതി പുറത്തിറങ്ങിയത്. അതിനുശേഷമാണ് ഇയാൾ 2 മാസത്തിനുള്ളിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നതും അതീവ ഗൗരവകരമായ കാര്യം തന്നെയാണ്. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് പുറത്തിറങ്ങിയ പ്രതിയാണ് വീണ്ടും മറ്റൊരു ശ്രമത്തിന് മുതിർന്നത്. മാത്രമല്ല, പ്രതി ഹസൻകുട്ടി മറ്റൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കൊല്ലം പോളയത്തോട് വഴിയരികിൽ കിടന്നുറങ്ങിയ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് എന്നാണ് വിവരം. എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഇയാൾ ഇതുപോലത്തുള്ള ഒരുപാട് ശ്രമങ്ങൾ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും പല കേസുകളും ഇയാളുടെ പേരിലുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കിയതാണ്. അതേസമയം കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് പ്രതി വഴിയരികിൽ കിടന്നുറങ്ങുകയായിരുന്ന 2 വയസ്സുകാരിയെ കണ്ടത്. ഇതോടെ കുട്ടിയെ ഉപദ്രവിക്കണമെന്ന ലക്ഷ്യത്തോടെ തട്ടിക്കൊണ്ടുപോയി. പ്രതിക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം, ലൈംഗിക അതിക്രമ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പിടിയിലായ പ്രതി ഹസൻകുട്ടി അപകടകാരിയായ കുറ്റവാളിയെന്ന് പോലീസ് പറഞ്ഞു. ലക്ഷ്യബോധമില്ലാതെ കറങ്ങി നടന്ന് കുറ്റകൃത്യം ചെയ്യുന്ന അപകടകാരിയായ കുറ്റവാളി. മോഷണക്കേസ് ഉൾപ്പെടെ നിരവധി കേസിൽ പ്രതി. ഹസൻകുട്ടി തട്ടുകടയിൽ ജോലി ചെയ്ത് റോഡരികിലും ബീച്ചിലും കിടന്നുറങ്ങും. ഗുജറാത്തിലാണ് ജനിച്ചത്. കുട്ടിയായിരുന്നപ്പോൾ ദത്തെടുത്ത് നാവായിക്കുളത്ത് എത്തിയതാണ്. പ്രതി പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് പോലീസ് പറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്. കുട്ടിയെ ഉപേക്ഷിച്ച് തമ്പാനൂരിൽ നിന്നും ആലുവയിലും അവിടെ നിന്നും പളനിയിൽ പോയി തല മൊട്ടയടിച്ചുവെന്നും ഇയാൾ പറയുന്നുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം ധരിച്ചിരുന്ന അതേ വസ്ത്രങ്ങളാണ് പിടികൂടിയപ്പോഴും ധരിച്ചിരുന്നത്. അന്വേഷണ സംഘത്തിന് പിടിവള്ളിയായത് CCTV ദൃശ്യങ്ങളാണ്. കുട്ടിയെ ഉപേക്ഷിച്ചതിന് ശേഷം മുഖം മൂടി റെയിൽവേ ട്രാക്ക് വഴി പോകുന്ന ഒരാളുടെ ദൃശ്യങ്ങൾ പിന്തുടർന്നുള്ള അന്വേഷണമാണ് ഹസൻകുട്ടി എന്ന കബീറിലേക്ക് അന്വേഷണം എത്തിയത്. ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ഒരു വിവരമായിരുന്നു ഈ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത്. ഓയൂരിലെ ആ സംഭവം നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം കേരളത്തിനൊരു നടുക്കം സൃഷ്ടിച്ച ഒരു തട്ടിക്കൊണ്ടുപോകൽ വാർത്തയായിരുന്നു ഈ പേട്ടയിൽ സംഭവിച്ചത്. വലിയ രീതിയിലുള്ള അന്വേഷണം, അതിനൊടുവിൽ വളരെ ആശ്വാസകരമായി കുട്ടിക്ക് യാതൊരു ആപത്തും സംഭവിക്കാതെ തിരിച്ചു കിട്ടുകയായിരുന്നു. എന്നാൽ പ്രതി ആര് എന്ന കാര്യത്തിൽ പോലീസിന് മുമ്പിൽ വലിയ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു പ്രതിയെ കണ്ടെത്തുക എന്നത്. എന്നാലും CCTV ഏറെ സഹായകമായി പ്രതിയിലേക്ക് എത്താൻ പ്രതിയെ കണ്ടെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇന്ന് നമുക്ക് കിട്ടും. എന്തായാലും ഈ പ്രതി ഇതുപോലെ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്ന ഒരു വിവരമാണ് അതിപ്രധാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.